മലയാള സിനിമാ മേഖലയിലേക്ക് ഒരു തുടക്കം കിട്ടുന്നത് സ്വപ്നമാണ് പലർക്കും. സ്വപ്നതുല്യമായ ഒരു എൻട്രി കിട്ടിയിട്ടും അത് പലപ്പോഴും പാഴാക്കി കളഞ്ഞെന്ന പഴി കേട്ടൊരു നടൻ ഇന്ന് സംസ്ഥാന അവാർഡിന്റെ തിളക്കത്തിൽ നിൽക്കുന്നത് വിമർശകരെ കൊണ്ട് കൈയടിപ്പിച്ച ആസിഫ് അലി മാജിക് തന്നെയാണെന്ന് പറയാം. 2009 ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതുവിലൂടെ റിമ കല്ലിങ്കൽ, നിഷാൻ, വിനയ് ഫോർട്ട് എന്നിവർക്കൊപ്പം മലയാള അരങ്ങേറ്റം കുറിച്ച നടനാണ് ആസിഫ് അലി. ആസിഫ് അലിയുടെ കരിയോഗ്രാഫ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിക പോലെ ആയിരുന്നു. കയറ്റിറങ്ങൽ നിറഞ്ഞ ഒന്ന്. വൻ ഹിറ്റുകൾ നേടി നിൽക്കുമ്പോഴും കഥാപാത്രങ്ങളെയും തിരക്കഥകളെയും തിരഞ്ഞെടുക്കുന്നതിൽ വന്ന ജാഗ്രത കുറവ് കാരണം തുടർച്ചയായ വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയാതെ പോയൊരു ഭൂതകാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്ക്രീനിലും പുറത്തും അലസമായ ഒരു നടന്റെ പ്രതിച്ഛായയായിരുന്നു ആസിഫ് അലിക്ക് എപ്പോഴും. സഹപ്രവർത്തകർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാതെ മലയാളത്തിലെ പ്രമുഖ നായകന്മാർക്ക് വേണ്ടെന്ന് വെച്ച തിരക്കഥകൾ സ്വീകരിച്ച് സ്വയം പരാജയം ഏറ്റുവാങ്ങുന്ന നടനെന്ന വിമർശനങ്ങൾ അദ്ദേഹം ധാരാളമായി കേട്ടിരുന്നു. 2024 തന്നിലെ നടനെയും വ്യക്തിയെയും സ്വയം നവീകരിച്ച ഒരു പുതിയ ആസിഫിനെയാണ് പിന്നീട് മലയാളം കണ്ടത്. ഒരേ വർഷം ഇറങ്ങിയ 4 സിനിമകളിൽ പ്രധാന വേഷത്തിലെത്തി. അതിൽ 4ലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളും അഭിനയ ശൈലിയും കൊണ്ടാണ് ആസിഫ് അലി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ബിജു മേനൻ, ആസിഫ് അലി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജിസസ് ജോയ് സംവിധാനം ചെയ്ത തലവൻ, ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അർഫാസ് അയ്യൂബ് സംവിധാനം ചെയ്ത ലെവൽ ക്രോസ്, സുരാജ് വെഞ്ഞാറമൂടും ആസിഫ് അലിയും പ്രധാന വേഷങ്ങളിലെത്തിയ നവാസ് നാസർ ചിത്രം ആൻഡിയോസ് അമിഗോസ് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ബെഞ്ച് മാർക്ക് തിരക്കഥകളിൽ ഒന്നാണെന്ന് പേരെടുത്ത കിഷ്കിന്ധാകാന്ഡം എന്നിവയായിരുന്നു 4 ചിത്രങ്ങൾ. 2024 ആസിഫ് അലിയുടെ കരിയർ തന്നെ മാറ്റിയെന്ന് പറയാം. കിഷ്കിന്ധാകാന്ഡം ആസിഫ് അലിയെ ബോക്സ് ഓഫീസിലെ മിന്നും താരമായി മാറ്റിയ വർഷമായിരുന്നു കടന്നുപോയത്. ഈ ചിത്രത്തിൽ അപർണ ബാലമുരളിക്കും വിജയരാഘവനൊപ്പം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ആസിഫ് തന്റെ മിതത്വം നിറഞ്ഞ അഭിനയ ശൈലി കൊണ്ട് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. മകന്റെ അച്ഛനായും അച്ഛനെ മകനായും അജയ് ചന്ദ്രൻ എന്ന കഥാപാത്രം കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളെയും അയാൾ ഉള്ളിലൊതുക്കിയ നൊമ്പരങ്ങളെയും രഹസ്യങ്ങളെയും അതിന്റെ തീവ്രത ഒട്ടും ചോർന്നു പോകാതെ ആസിഫ് അലി തിരശീലയിലേക്ക് പകർത്തി. എന്നാൽ ആസിഫ് അലി ഹൃദയങ്ങൾ കീഴടക്കിയത് ഈ ചലച്ചിത്ര സമാഹാരവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലുണ്ടായ വിവാദങ്ങളുടെ നേരിട്ടതിന്റെ പേരിലാണ്. സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ആസിഫ് അലിയിൽ നിന്ന് മൊമെന്റോ വാങ്ങാൻ തയ്യാറാവാതെ ഇരുന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം. മലയാളത്തിലെ പ്രമുഖ അഭിനേതാക്കളും ചലച്ചിത്ര പ്രവർത്തകരും അണിനിരന്ന വേദിയിൽ ആസിഫ് അലി അപമാനിക്കപ്പെടുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ രമേശ് നാരായണനുമേൽ വിമർശനങ്ങൾ ഉയർത്തിയപ്പോഴും രണ്ടുപേരുടെ മതങ്ങളെ കൂട്ടുപിടിച്ച് വർഗീയത പടച്ചുവിടാൻ ഒരുങ്ങിയവർക്ക് മുന്നിൽ ആസിഫ് അലി വിവാദങ്ങൾ ആളിക്കത്തിക്കാതെ രമേശ് നാരായണനോട് നേരിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചു. ഒരു നടനെന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ഔന്നത്യം പ്രകടിപ്പിച്ച വർഷമായിരുന്നു 2024 എന്ന് നിസ്സംശയം പറയാം. സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ടൊവിനോ തോമസിനൊപ്പം പ്രത്യേക ജൂറി പുരസ്കാര നേട്ടം പങ്കിടുമ്പോൾ അത് മികച്ച നടന്റെ പ്രകടനത്തോളം തന്നെ മാറ്റുള്ള ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഒന്നിലധികം സിനിമകളിലെ പ്രകടനമാണ് മാനദണ്ഡമായി പരിഗണിച്ചിരുന്നതെങ്കിൽ ആസിഫ് അലിയുടെ വിധി മറ്റൊന്നാകാമായിരുന്നു എന്ന കാര്യത്തിൽ ചലച്ചിത്ര ലോകത്തിന് വലിയ സംശയമില്ല. കലയിലും ജീവിതത്തിലും അദ്ദേഹം പുലർത്തിയ ഈ കൈയടക്കം തന്നെയാണ് ആസിഫ് അലിയുടെ വിജയം.